ഡൽഹിയിൽ ഇന്ദ്രപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ദേവേന്ദ്ര ശർമ്മ, അനിത ശർമ്മ എന്ന് പറയുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇവർക്ക് രണ്ട് കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടിയുടെ പേര് ദിവ്യ എന്നും ഇളയ കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നായിരുന്നു. പ്രിയങ്കയാണ് ലണ്ടനിൽ നിന്ന് പിന്നീട് നാട്ടിലോട്ട് വരികയും ചെയ്തു. നാട്ടിലോട്ട് വന്നതിന് ശേഷമാണെങ്കിൽ പിന്നീടാണെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇവർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള വയറുവേദന വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണ് ഇവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഇവളെ ശരീരം വളരെയധികം വലിയ രീതിയിൽ തന്നെ ദുർബലമായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഹോസ്പിറ്റലിലെ ആളുകൾക്കാണ് എന്താണ് ഇവർക്ക് എന്ന് തന്നെ തിരിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു മാറിക്കൊണ്ട് ഇവിടെ ശരീരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഈ പേരൻസ് ആണ് ഹോസ്പിറ്റൽ ഷിഫ്റ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് ഇവളെ മുടി കൊയ്യുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 15-നാണെങ്കിൽ ഇവൾ അതിദാരുണമായി മരണപ്പെടുകയാണ്. അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇവളെ ഡെഡ് ബോഡിയും കാര്യങ്ങളുമാണെങ്കിൽ കർമ്മപ്രകാരം തന്നെ പിന്നീട് മറവും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഈ കാര്യം നടക്കുന്നത് ഫെബ്രുവരി 15, 2021 ഇവളെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ അടക്കവും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ദേവേന്ദ്ര ശർമ്മയുടെ ഭാര്യയായ അനിത ശർമ്മക്ക് ഇതേ രോഗം പിടിപെടുകയും ചെയ്തു. പിന്നീട് ഇതേ രോഗം തന്നെ മൂത്ത മകളായ ദിവ്യക്കും അതുപോലെ തന്നെ പിന്നീട് വേലക്കാരിക്കും അതുപോലെ തന്നെ ദേവേന്ദ്ര ശർമ്മക്കും ഇതേ രോഗം പിടിപിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർ വളരെയധികം വലിയ രീതിയിൽ തന്നെ ശരീരമാണെങ്കിൽ വളരെയധികം ശാരീരികമായിട്ട് ഇവർക്ക് യാതൊരു രീതിയിലുള്ള കാര്യം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് ഈ 4 പേരുടെ ശരീരം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദേവേന്ദ്രക്കും അതുപോലെ തന്നെ വേലക്കാരിക്കുമാണെങ്കിൽ ഈ രോഗം പിന്നീട് ഭേദമാവുകയും ചെയ്തു. പിന്നീടാണ് മൂത്ത മക്കാണ് വളരെയധികം വലിയ രീതിയിൽ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദിവ്യയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വരുൺ ആണെങ്കിൽ ഇവൾ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് ഈ അച്ഛനെ വിളിക്കുകയും ചെയ്തു. ഈ അച്ഛനാണ് ആ സ്ഥലത്ത് പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻക്കാണെങ്കിൽ പിന്നീടാണ് ദിവ്യ എന്ന് പറയുന്ന മൂത്ത മകളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ICUവിനകത്താണ് ഇവൾ ഉള്ളത്. ഇവളൊരു കോമ സിറ്റുവേഷനിലോട്ട് ആവുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയങ്ങൾ മുന്നോട്ട് പോകുന്നതിനോട് അനുസരിച്ച് തന്നെ പിന്നീടാണെങ്കിലോ ഇത്തരത്തിൽ തന്നെ ഇവളെ മൂത്ത മകളും മരണപ്പെട്ടു. അതിനുശേഷമാണെങ്കിൽ ഇയാളെ ഭാര്യയായിട്ടുള്ള അനിത ശർമ്മയും മരണപ്പെട്ടു. പിന്നീടാണ് ഡോക്ടേഴ്സിനെല്ലാം ഒരു സംശയവും കാര്യങ്ങളും വരുന്നത്. അതായത് പിന്നീട് ഇവരുടെ ബോഡിയും കാര്യങ്ങളും വളരെയധികം ഡീപ്പായിട്ട് ഡോക്ടേഴ്സ് എല്ലാം ചെക്കും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് ഡോക്ടേഴ്സിന് ഒരു കാര്യം മനസ്സിലായിട്ടുള്ളത്. സ്ലോ പോയിസൺ കഴിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഡോക്ടേഴ്സ് ഫൈൻഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു. പോലീസ് ആണെങ്കിൽ പിന്നീട് ഇത്തരത്തിൽ തന്നെ വരും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേവേന്ദ്ര ശർമ്മയാണ് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന് ഇത് കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, മറിച്ച് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും ബാധിച്ച് ഇദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനാണ് സംശയം എന്ന് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരാണെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം പറയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മൂത്ത മകളുടെ ശരീരത്തിന്റെ അകത്തോട്ടും സ്ലോ പോയിസൺ ചെന്നുകൊണ്ടാണ് മരണപ്പെട്ടത്. ഇതുകൊണ്ടാണ് മുടി കൊഴിഞ്ഞും അതുപോലെ തന്നെ വയറുവേദന വന്നു അതിദാരുണമായും കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മരണപ്പെട്ടത് എന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്കാരെയും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇദ്ദേഹം കുറെ സമയം ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് പറയാണ്, അതായത് ഇളയ മകളായിട്ടുള്ള പ്രിയങ്കയാണെങ്കിൽ ലണ്ടനിൽ നിന്ന് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നാട്ടിലോട്ട് വരികയാണ്. നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 30-ാം തീയതിയായിരുന്നു നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്നേ സമയമാണെങ്കിൽ മൂത്ത മകളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വരുണാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മൂത്ത മകളും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുട്ടികളും വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിലോ പിന്നീട് ഇവൻ സസ്പെൻസ് എന്ന രീതിയിൽ തന്നെ രാത്രി കയറി വരികയും ചെയ്തു. അതിനുശേഷമാണെങ്കിൽ ഇവൻ മീൻകറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മീൻകറി കൂട്ടിയിട്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭക്ഷണമാണെങ്കിൽ അവൻ കഴിച്ചിട്ടില്ല. അത് മാത്രമല്ല പിന്നീട് ഈ 2 കുട്ടികൾക്കും കൊടുത്തിട്ടില്ല. ഞാനും വേലക്കാരും കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3 പേരും, അതായത് ഇദ്ദേഹത്തിന്റെ വൈഫും 2 മക്കളും നല്ല രീതിയിൽ തന്നെ ഈ മീൻകറി ഭക്ഷിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കൂടി തന്നെ എൻ്റെ മക്കളെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും എന്നെയും കൊല്ലാൻ നോക്കിയിട്ടുള്ളത് വരുൺ എന്ന് പറയുന്ന ഇവനാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് ദിവ്യയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വരുണിന് പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവൻ ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ ഇരിക്കും ഇവൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പെല്ലാം പോലീസുകാർ പിടിച്ചെടുക്കും. പിന്നീടാണെങ്കിൽ അതിൻ്റെ അകത്ത് സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഗൂഗിളിനകത്തുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതേസമയം പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പിന്നീടാണെങ്കിൽ ഇവർ അതിൻ്റെ അകത്ത് നിന്ന് ഡിലീറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു പോലീസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി തന്നെ പിന്നീടാണെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാർ എടുക്കും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അകത്ത് പോലീസുകാരെ നെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുക, അത് യാതൊരു രീതിയിൽ തന്നെ ബോഡിയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എവിഡൻസും കാര്യങ്ങളൊന്നും കിട്ടാത്ത രീതിയിൽ തന്നെ സ്ലോ പോയിസൺ കൊണ്ട് എങ്ങനെയാണ് കൊലപാതകം ചെയ്യുന്ന
രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവ സർച്ചും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊരു മെഡിസിൻ ഇവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെഡിസിൻ ഇന്ത്യയിനകത്താണ് നിരോധനം കാര്യങ്ങളൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ എലീനെ കൊല്ലാൻ വേണ്ടിയൊക്കെ ഈ മരുന്നും കാര്യങ്ങളും യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അത് മിസ്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ഗവൺമെന്റിന് തിരിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഈ മരുന്നാണെങ്കിൽ ബാനും കാര്യങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക മരുന്ന് കമ്പനികളെല്ലാം ഓർഡർ ചെയ്യുകയാണ് മാത്രമേ ഈ മരുന്ന് ഇന്ത്യയിൽ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് തിരിയും ചെയ്തു. മറിച്ച് ഇവനാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർക്ക് ഉറപ്പായപ്പോൾ പോലീസുകാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവ മുഴുവൻ തുറന്നു പറയുകയും ചെയ്തു. ഈ വരുണിന്റെ ദിവ്യയുടെ വിവാഹം കാര്യങ്ങളും കഴിയുന്നത് 2009 2009 ശേഷം പിന്നീട് 6 വർഷമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കുട്ടിയും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് സ്പേം ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് കുട്ടിയെ ഉണ്ടാക്കാമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ നല്ലൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുകയും പിന്നീട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇരട്ട കുട്ടികൾ വേണമെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കുകയും പിന്നീടാണെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമായിട്ട് ഇരട്ട കുട്ടികൾ ജനിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് കുറച്ച് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുട്ടികൾ ഉണ്ടാവാത്ത ഇവക്കാണ് പിന്നീട് ഗർഭിണിയാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണ് വരുണിന്റെ അച്ഛൻ മരണപ്പെടുന്നത്. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം കർമ്മവും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്തു. പിന്നീട് 2-3 മാസം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയ സമയത്താണ് പിന്നീടാണ് ഇവൾ നേരെ പോയതിന് ശേഷം ഡോക്ടേഴ്സിന്റെ പക്കൽ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഈ ഡോക്ടറിനാണ് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയുമായിരുന്നു. ഈ ഡോക്ടർ ഇവളെ പക്കൽ പറയുകയാണ് ഒന്നെങ്കിൽ ഈ കുഞ്ഞിന് നീ ജന്മം നൽകുകയാണ് നീ മരണപ്പെടുമെന്ന് പറയുകയാണ്. ഇത് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗർഭാവസ്ഥയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ദിവ്യയാണ് ഇവളെ ഹസ്ബൻഡ് ആയിട്ടുള്ള വരുണിന്റെ പക്കലും അതുപോലെ തന്നെ വരുണിന്റെ അമ്മയുടെ പക്കൽ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടിയെ അബോർട്ട് ചെയ്യാമെന്നായിരുന്നു ഇവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. മറിച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇവർ രണ്ടുപേരും ഒരു അന്ധവിശ്വാസം ഇവർക്ക് രണ്ടുപേർക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. ഈ അച്ഛൻ പുനർജനിക്കുകയാണ് എന്നായിരുന്നു രണ്ടുപേരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ അച്ഛന്റെ ബർത്ത് ഡേറ്റ് തന്നെയായിരുന്നു ഇവളുടെ ഡെലിവറി ഡേറ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഇത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ഇവിടെ നേരെ ഇവിടെ വീട്ടുകാരുടെ മക്കൾ പോയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ പറയുകയും പിന്നീടാണെങ്കിൽ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇത് അബോർഷനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇവരെ കൊല്ലണം എന്നതുകൊണ്ട് തന്നെയാണ് പിന്നീടാണെങ്കിൽ ഇവരാണെങ്കിൽ അതായത് ഇവന്റെ അച്ഛനെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. വരുണിന്റെ അമ്മ പറഞ്ഞു നിന്റെ അച്ഛനെയാണ് കൊന്നത് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവാണ് എന്ന രീതിയിലുള്ള അന്ധവിശ്വാസം കാര്യങ്ങളുമായിരുന്നു രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സ്ലോ പോയിസൺ മീൻകറിൻ്റെ അകത്ത് കലക്കിയതിനു ശേഷം അന്നേ ദിവസം ഇവർ പോകുന്നത് പിന്നീടാണ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നീടാണ് ഈ അമ്മക്കെതിരെ യാതൊരു രീതിയിലുള്ള തെളിവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ അമ്മ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കോർട്ടിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഇവനിക്കാണ് കോർട്ട് ശിക്ഷയും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇവനിക്ക് ഈ മരുന്ന് എങ്ങനെയാണ് കിട്ടിയത് സ്ലോ പോയിസൺ. ഈ സ്ലോ പോയിസൺ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ വരുണിന്റെ ചേട്ടനിക്ക് ഒരു ഫാർമസി കമ്പനി ഉണ്ട്. ഈ കമ്പനി കാര്യങ്ങൾ സ്ഥിതി ചെയ്യപ്പെടുന്നത് ആന്ധ്രയിലാണ്. ആ അഡ്രസ്സ് വെച്ചുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള വേറൊരു സ്ഥലത്താണ് ഇവൻ ഓർഡറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഓർഡറും കാര്യങ്ങൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവൻ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ്. ആ അമ്മയുടെ മൊബൈലിനകത്താണെങ്കിൽ വരുണിന്റെ മൊബൈൽ നമ്പറും കാര്യങ്ങളും വരുണാണെങ്കിൽ ലോഗിനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് നല്ല വീഡിയോ വരാമെന്ന് പറഞ്ഞ് ഈശ്വർ സൈനിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്.